മാന്ത്രിക പശു. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ഗ്രാമത്തിൽ ഹാരിയും ജാക്കും എന്ന രണ്ട് കൃഷിക്കാർ താമസിച്ചിരുന്നു. അവർ രണ്ടുപേരും ധനികരായിരുന്നു. രണ്ടുപേർക്കും വലിയ കൃഷിയും കുറെ പശുക്കളും ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഒരിക്കലും ജോലിയെടുത്തിരുന്നില്ല. അവർ വേറെ കൃഷിക്കാർക്ക് ശമ്പളം നൽകി അവരുടെ പാടത്ത് പണിയെടുപ്പിക്കുമായിരുന്നു. അവർ രണ്ടുപേരും വലിയ വീട്ടിൽ താമസിച്ചു. നല്ല കുപ്പായങ്ങൾ അണിയുമായിരുന്നു. പക്ഷെ എന്തെല്ലാം ഉണ്ടായിട്ടും ഒരിക്കലും ഹാരിയും ജാക്കും സന്തുഷ്ടരല്ലായിരുന്നു. എനിക്കിനി കൂടുതൽ പണം ഉണ്ടാക്കണം. അതിന് ഞാൻ കൂടുതൽ കൃഷിക്കാരെ വിളിക്കും. അതെ, എനിക്ക് പട്ടുകൊണ്ടുണ്ടാക്കിയ കുപ്പായം ഇടണം. അതൊക്കെ ശരിയാ. നമ്മളെ പവിഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം പണിതാലോ ഒരു വലുത്. ഓ, അത് വളരെ ശരിയാണല്ലോ. അടുത്തുള്ള ഒരു സ്ഥലത്ത് കുറച്ച് വീടുകൾക്കപ്പുറം തോമസ് താമസിച്ചിരുന്നു. തോമസ് പാപ്പരായ കൃഷിക്കാരനായിരുന്നു. അവന്റെ കയ്യിൽ ഒരു പശുവും ഒരു തുണ്ടു ഭൂമിയും ഉണ്ടായിരുന്നു. ഹലോ തോമസ്, അടുത്തുള്ള ഗ്രാമത്തിലെ ഒരാൾ ഒരു പശു വിൽക്കുന്നുണ്ട്. നിങ്ങൾക്കത് വാങ്ങാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു പശുവിനെ കൂടി വാങ്ങാൻ എന്റെ കാശില്ല. നിനക്ക് വേണമെങ്കിൽ ഞാൻ കാശ് കടം തരാം. നിങ്ങൾക്ക് വളരെ നല്ല മനസ്സാണ്. പക്ഷെ ഞാൻ നിങ്ങളുടെ പണം കൊണ്ട് പശുവിനെ വാങ്ങിയാൽ അതെങ്ങനെ ജീവിക്കും? അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ ഇപ്പോൾ 2 പശുക്കളെ പോറ്റാൻ അത്രയും പണമൊന്നുമില്ല. അതുപോലെ നിന്റെ കയ്യിൽ നിന്നും എനിക്ക് എന്നും പണം വാങ്ങാനും പറ്റില്ല. പശു വീണുപോകും. നീ പറഞ്ഞതിൽ നന്ദി കൂട്ടുകാരാ, പക്ഷേ എന്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. തോമസ് ബുദ്ധിശാലിയും നല്ലപോലെ പണിയെടുക്കുന്നവനുമായിരുന്നു. എന്നും അവൻ പാടത്ത് പോയി മുഴുവൻ ദിവസവും ജോലിയെടുക്കുമായിരുന്നു. എന്നിട്ട് അവൻ പശുവിനെ കൂട്ടി തിരിച്ചു വന്ന് അതിന് തീറ്റ കൊടുക്കും. തോമസ് ഒരിക്കലും ഒന്നും കൂടുതൽ ആഗ്രഹിച്ചില്ല. അവൻ ഈ ജീവിതത്തിനോട് നന്ദിയും കടപ്പാടുമുള്ളവനായിരുന്നു. അവനുള്ളത് കൊണ്ട് സന്തുഷ്ടനായിരുന്നു. പക്ഷേ ജാക്കും ഹാരിയും അങ്ങനെയല്ലായിരുന്നു. അവർക്ക് തോമസിൽ അസൂയ തോന്നുമായിരുന്നു. ഈ തോമസ് എങ്ങനെയാണ് എപ്പോഴും സന്തുഷ്ടനായിരിക്കുന്നത്? അവനെ എപ്പോൾ കണ്ടാലും ഞാനും അതാണ് ആലോചിക്കുന്നത്. അവന്റെ കയ്യിൽ വലിയ പാടമോ വലിയ വീടോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് അതാ പശു കാരണമാണെന്ന്. ഹാരി, അവന്റെ ആ ഒരൊറ്റ പശു നമ്മുടെ എല്ലാ പശുക്കളെക്കാളും നല്ലതാണ്. നീ പറയുന്നത് വളരെ ശരിയായിരിക്കും. അവന്റെ ഒരു പശു മുഴുവൻ ദിവസവും പാടം കിളയ്ക്കും. എനിക്കൊരു വിദ്യ തോന്നുന്നുണ്ട്. നമുക്ക് അവന്റെ പശുവിനെ വാങ്ങിയാലോ? അടുത്ത ദിവസം ജാക്കും ഹാരിയും തോമസിന്റെ അടുത്തെത്തി അവന്റെ പശുവിനെ വിൽക്കുന്നുണ്ടോ എന്നറിയാൻ. പക്ഷേ എന്റെ കയ്യിൽ ഈ ഒരൊറ്റ പശുവേ ഉള്ളൂ. ഞങ്ങൾ നിനക്ക് 10 വെള്ളി നാണയങ്ങൾ തരാൻ തയ്യാറാണ്. ഇതായിരിക്കും നിനക്ക് ഏറ്റവും നല്ലത്. കുറെ പശുക്കളെ വിൽപ്പനയ്ക്കുണ്ടല്ലോ. നിനക്ക് 2 എണ്ണം വാങ്ങാം. പിന്നെ ഇതൊരു നല്ലൊരു അവസരമാണ് തോമസ്. അതെങ്ങനെ ഒരു നല്ല അവസരമാകും? എന്റെ കയ്യിൽ ഒരു നല്ല പശു ഉണ്ടല്ലോ. അതിനെ ഞാൻ തീറ്റി പോറ്റിക്കോളാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ഇതിനെ വിറ്റ് 2 പശുക്കളെ വാങ്ങണമെന്നല്ലേ? അതിനെ ആര് തീറ്റിപ്പോറ്റും? ഞാൻ എന്റെ പശുവിനെ വിൽക്കുന്നില്ല. ദയവായി പോകൂ. ജാക്കിനും ഹാരിക്കും വളരെ ദേഷ്യം വന്നു. പക്ഷെ അവർ മിണ്ടാതെ പോയി. ഓ, അവൻ ആരാണെന്ന് അവന്റെ വിചാരം? നമ്മളോട് ഇല്ലെന്ന് പറയുന്ന അവൻ ആരാണ്? നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രമാണിമാരല്ലേ? നമ്മളെ ബഹുമാനിക്കാൻ അവൻ പഠിച്ചേ പറ്റൂ. അവന്റെ പശു കാരണം അവന് വളരെ അഹങ്കാരമാണ്. നമ്മൾ ആ പശുവിനെ വിൽക്കാൻ അവനെ പ്രേരിപ്പിക്കണം. ജാക്കും ഹാരിയും തോമസിനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അവർ ആ രാത്രി അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി തോമസിന്റെ പാടത്തേക്ക് നീങ്ങി. ഒരു മനുഷ്യത്വവുമില്ലാതെ അവർ അവന്റെ പാടത്തെ മുഴുവൻ തീയിട്ടു. അടുത്ത ദിവസം തോമസ് അവന്റെ പാടത്തിന്റെ അവസ്ഥ അറിഞ്ഞു. അവൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അവൻ കണ്ടു എല്ലാം നശിച്ചിരിക്കുന്നു. ഓ ഇല്ല, എന്റെ പാടം. ഞാൻ എങ്ങനെ ഇനി കഴിയും? ദിവസങ്ങൾ കടന്നുപോയി. തോമസിന്റെ എല്ലാ ആഹാരവും തീർന്നുപോയിരുന്നു. തോമസിനോ അവന്റെ പശുവിനോ ഒന്നും കഴിക്കാനില്ലായിരുന്നു. 2 ദിവസങ്ങളായല്ലോ ദൈവമേ. ഞാൻ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. പക്ഷേ എന്റെ പശു, ഇതിനെ വിൽക്കാതെ വഴിയില്ല. ആരാ ഇതിനെ വാങ്ങുന്നോ? നല്ലപോലെ നോക്കിയാ മതിയായിരുന്നു. തോമസിന്റെ കയ്യിൽ പൈസ കൂട്ടി വെച്ചിരുന്ന ഒരു ചെറിയ കുപ്പിയുണ്ടായിരുന്നു.
അതിനകത്ത് കുറച്ച് പൈസ മാത്രം ബാക്കിയുണ്ടായിരുന്നു. അവൻ എത്ര ദിവസം നാട്ടിൽ നിന്ന് മാറി നിൽക്കുമെന്നറിയാൻ മേലാതെ അവൻ എല്ലാ പൈസയും ഒരുമിച്ചെടുത്തു. എന്നിട്ട് അവിടുന്ന് യാത്രയായി. യാത്രയുടെ ഇടയിൽ കാട്ടിലെത്തിയപ്പോൾ അവന് മനസ്സിലായി അവന്റെ പൈസ അവന്റെ പക്കൽ സുരക്ഷിതമല്ല എന്ന്. ഞാൻ ഈ പൊതി പശുവിന്റെ മണിയിൽ കെട്ടാം. കള്ളനെങ്ങാനും വന്നാൽ അത് പശുവിനെ ആക്രമിക്കില്ലല്ലോ. തോമസ് പശുവിന്റെ മണിയിൽ ആ പൊതി കെട്ടി മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ അവൻ ഒരു ഗ്രാമത്തിലെത്തി. അവൻ അവിടെ വിശ്രമിക്കാൻ തന്നെ തീരുമാനിച്ചു. അവൻ പശുവിനെ ഒരു ഷെഡിനകത്ത് കെട്ടി അങ്ങോട്ട് മാറി വെള്ളം തേടി. ആ ഷെഡിന്റെ അടുത്ത് തന്നെ ഒരു ധാന്യങ്ങളുടെ കടയുണ്ടായിരുന്നു. ആ കടയുടെ ഉടമസ്ഥൻ നടക്കാനിറങ്ങി. ഓ, ഇന്ന് വളരെ മടുപ്പുള്ള ദിവസമാണല്ലോ. അയാൾ അവിടെ പശു നിൽക്കുന്നത് കണ്ടു. അതിന്റെ അടുത്തേക്ക് നടന്നു. പശു ആ ഉടമസ്ഥന്റെ അടുത്തേക്ക് മുഖം തിരിച്ചതും ഒരു വെള്ളി നാണയം അതിന്റെ കഴുത്തിൽ നിന്നും വീണു. ഓ, ഇതെങ്ങനെ സംഭവിക്കുന്നു? അയാൾ അടുത്തുപോയി നല്ലപോലെ നോക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ വീണ്ടും ഒരു നാണയം കൂടി അതിന്റെ കഴുത്തിൽ നിന്നും താഴെ വീണു. ഓ, ഇതൊരു മാന്ത്രിക പശുവാണെന്ന് തോന്നുന്നു. ഉടമസ്ഥൻ അതിന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന പൊതി കണ്ടില്ല, അതിലെ നാണയങ്ങളും. അതൊരു മാന്ത്രിക പശുവാണെന്ന് സ്ഥിരീകരിച്ചു. അയാൾ അതിനെ വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ തോമസ് തിരികെ വന്നു. ഹലോ സാർ, ഇത് നിങ്ങളുടെ പശുവാണോ? അതെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിനെ എനിക്ക് വിൽക്കാമോ? എനിക്ക് പെട്ടെന്നൊരു ആവശ്യമുണ്ട്. ആ, തീർച്ചയായും. ഞാൻ ഇതിനെ വിൽക്കാൻ വേണ്ടി അടുത്തുള്ള ഗ്രാമത്തിൽ പോവുമായിരുന്നു. എന്തേ? ഇവന് ചിലപ്പോൾ അറിയില്ലായിരിക്കും ഇതൊരു മാന്ത്രിക പശുവാണെന്ന്. ഇന്നെന്റെ ഭാഗ്യമുള്ള ദിവസമാണ്. എന്നാൽ ശരി, ഞാൻ നിനക്കിതിന് പകരം 500 വെള്ളി നാണയങ്ങൾ തരാം. നിനക്ക് സമ്മതമാണോ? തോമസ് അതിശയിച്ചു പോയി. സമയം പാഴാക്കാതെ അവൻ അത് സമ്മതിച്ചു. അവൻ 500 വെള്ളി നാണയങ്ങൾ കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. പശുവിന്റെ കഴുത്തിൽ കെട്ടിയ പൊതിയൊക്കെ മറന്നു. അവൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. തിരിച്ചെത്തിയപ്പോൾ അവൻ ജാക്കിനെയും ഹാരിയെയും അവന്റെ വീട്ടുമുറ്റത്ത് കണ്ടു. അവർ അവനായി കാത്തിരിക്കുകയായിരുന്നു. അവർ വിചാരിച്ചു തോമസ് ദുഃഖിതനായി തിരിച്ചു വരുമെന്ന്. പക്ഷേ അവന്റെ മുഖത്ത് നല്ല ചിരിയുണ്ടായിരുന്നു. ഹലോ തോമസ്, നിനക്ക് എന്താണ് ഇത്ര സന്തോഷം? അതെ, ഞാൻ എന്റെ പശുവിനെ ഒരു നല്ല മനുഷ്യന് വിറ്റു. അദ്ദേഹം എനിക്ക് 500 വെള്ളി നാണയങ്ങൾ തന്നു. 500 വെള്ളി നാണയമോ? എന്ത് 500 വെള്ളി നാണയങ്ങളോ? അതെ, ഇനി എനിക്ക് വലിയൊരു സ്ഥലം വാങ്ങാം. അവിടെ ഞാൻ കൂടുതൽ വിളവ് ചെയ്യും. അത് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യും. എനിക്ക് കൂടുതൽ പശുക്കളെയും വാങ്ങാം. എന്റെ കയ്യിൽ അവറ്റകളെ നോക്കാൻ വകുപ്പുമുണ്ടാകും. എന്റെ പശു എനിക്ക് വളരെ ഭാഗ്യമായിരുന്നു കൊണ്ടുവന്നത്. ആയിക്കോട്ടെ, ഞാൻ തളർന്നിരിക്കായിപ്പോ വിശ്രമിക്കാം. പിന്നെ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ പശു വാങ്ങിയ ഉടമസ്ഥൻ അതിന്റെ കഴുത്തിലെ പൊതി കിടക്കുന്നത് കണ്ടു. ഇതൊരു മാന്ത്രിക പശുവല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷെ അയാൾക്ക് അതിലൊന്നും ചെയ്യാനാകില്ലായിരുന്നു. ജാക്കിന്റെയും ഹാരിയുടെയും പരിശ്രമം വെള്ളത്തിലായി. അവർക്ക് തോമസിനെ ദുഃഖിതനായി കാണണമായിരുന്നു. അവർ തോമസിനേക്കാളും പണക്കാരനായിരുന്നിട്ടും അവർക്ക് അവനെ പാവപ്പെട്ടവനായി കാണണമായിരുന്നു. ഇത്രയും പണം കിട്ടിയിട്ടും ഒരിക്കലും തോമസിന് സന്തോഷം തോന്നിയിരുന്നില്ല. ജാക്കും ഹാരിയും നിരാശരായി അവിടെ നിന്നും മടങ്ങി. തോമസ് ആ പൈസ കൊണ്ട് കുറേ ഭൂമിയും കുറേ പശുക്കളെയും വാങ്ങി. അവൻ ജോലിയെടുക്കുന്നത് നിർത്തിയില്ല. അവൻ ധനധാന്യങ്ങൾ മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങി. പതുക്കെ അവന്റെ പരിശ്രമം കൊണ്ട് അവൻ ആ ഗ്രാമത്തിലെ ഏറ്റവും പണക്കാരനായ കർഷകനായി.